ആലുവ മൂന്നാർ ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന 4 സെന്റിലെ 3 ബെഡ്റൂമുകളുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്. രാജരി ഹോസ്പിറ്റൽ ഇവിടെ നിന്ന് അടുത്താണ്. ഈ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ടാർ റോഡിൽ നിന്ന് 3.7 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. 4.8 മീറ്റർ ഓപ്പണിംഗ് സ്പേസ് ആണ് ഈ ഗേറ്റിന് വരുന്നത്. ഫോൾഡിങ്ങും സ്ലൈഡിങ്ങുമായിട്ടാണ് ഈ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 16.2 അടി നീളവും 9.4 അടി വീതിയുമാണ് ഈ കവേർഡ് കാർ പാർക്കിംഗ് ഉള്ളത്. സൗത്ത് ഫേസിംഗ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ ഉള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച് കടപ്പാക്കല്ലുകളാണ് പാകിയിരിക്കുന്നത്. 9.5 അടി വീതിയാണ് ഈ ഭാഗത്തിനുള്ളത്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 3.2 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 4 അടിയിലേറെയാണ് ഇവിടെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ഒരു അലക്കുകല്ലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3.5 അടിയോളമാണ് ഇവിടുത്തെ സെറ്റ് ബാക്ക് വരുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10 അടി നീളവും 5.2 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. തെക്ക് ദർശനമായി വരുന്ന ഈ വീടിന്റെ മെയിൻ ഡോർ കിഴക്ക് ദർശനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണുള്ളത്. 12.5 അടി നീളവും 10.8 അടി വീതിയുമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെയായിട്ടൊരു മൾട്ടി വുഡിൽ ചെയ്ത വർക്ക് കാണാം. ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. 14.6 അടി നീളവും 8.8 അടി വീതിയുമാണ് ഈ സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ. 14 അടി നീളവും 6.6 അടി വീതിയുമാണ് ഈ കിച്ചണിലുള്ളത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 9.8 അടി നീളവും 6.3 അടി വീതിയുമാണ് ഈ വർക്ക് ഏരിയയ്ക്കുള്ളത്. ഇവിടെയായിട്ടൊരു സിങ്കും ടാപ്പും നൽകിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണുള്ളത്. ഏകദേശം 13.2 അടി നീളവും 10.8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിലുള്ളത്. ഇവിടെയായിട്ടാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കബോർഡ് കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഈ കോർണറിലായിട്ട് ചെയ്തിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് പർഗോളകൾ ചെയ്ത് ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. നമ്മളിപ്പോൾ ഈ വീട്ടിലെ നോർത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഏകദേശം 13.5 അടി നീളവും 10.9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഈ ബെഡ്റൂമിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളവും 10.9 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. അപ്പർ ലിവിങ്ങിന്റെ ഈ കോർണറിലായിട്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 9.7 അടി നീളവും 8.8 അടി വീതിയുമാണ് ഈ സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. 11.4 അടി നീളവും 10.6 അടി വീതിയുമുള്ള ഒരു കവേർഡ് ബാൽക്കണി ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഓപ്പൺ ബാൽക്കണിയും ഉണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.3 കിലോമീറ്റർ, കാക്കനാടേക്ക് 16 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 17 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 18 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 9.9 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.9 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 63 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.